നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന പ്രാർത്ഥന മധ്യേയും ദേവദാസന്മാർ ഉത്സാഹിപ്പിക്കുവാൻ വേണ്ടി പറയുന്ന ഒരു വാക്യമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പൗലോസ് എഫെസോസിന് ഈ ലേഖനം എഴുതുമ്പോൾ അവസാനത്തെ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ, ആ ലേഖനത്തിന്റെ ഒരു കൺക്ലൂഷൻ ആണ്. ആ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ പൗലോസ് ലാസ്റ്റിൽ കൊണ്ട്, സത്യം പറഞ്ഞ 6-9 കൺക്ലൂഡ് ചെയ്യാണ്. 1-2 ഗ്രീറ്റിംഗ്സ് പറഞ്ഞ് അവിടെ കൺക്ലൂഡ് ചെയ്യണ്ടേ. കാരണം ലേഖനം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്, പറയാനുള്ള ഉപദേശ സത്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തോ 9-ാം വാക്യം കഴിഞ്ഞപ്പോ പൗലോസിന്, ഞാൻ മനസ്സിലാക്കുന്ന ഈ എഴുതുന്നതും ആത്മനിറവിലാണ് എഴുതുന്നത്, ആത്മാവിന്റെ നടത്തിപ്പിലാണ് എഴുതുന്നത്, ഹോളി സ്പിരിറ്റ് ഇൻസ്പിറേഷനിലാണ് എഴുതുന്നത്. അത് വളരെ ആത്മശക്തിയുടെ വ്യാപാരം അനുഭവിച്ചുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. ഏത് ദേവദാസന്മാർ എഴുതുന്നതായിക്കോട്ടെ, അവരങ്ങനെയാണ് എഴുതിയത്. വേദപുസ്തകത്തിൽ കാനൂനിവൽക്കരിക്കപ്പെട്ട എല്ലാ പുസ്തകങ്ങളും ആത്മപ്രേരിതമായി എഴുതപ്പെട്ട തിരുവചനങ്ങളാണ്. 9-ാം വാക്യം കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത കാര്യം പൗലോസ് അവിടെ കൺക്ലൂഡ് ചെയ്യുക. അത് അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പൗലോസിനെ ആത്മാവ് നയിക്കുകയാണ്. വേറെ ഒരു ലേഖനത്തിലും ഇത്ര വിവരിച്ച് പറയാത്ത ഒരു സബ്ജക്റ്റ് ആണ് പൗലോസ് ഈ എഫെസോസിനോടുള്ള സഭയോട് ഈ ലേഖനത്തിൽ ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. ഈ ദൈവവചനം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം നമ്മളെല്ലാവരും ജീവിതത്തെ നേരിടുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആത്മീയ പോരാട്ടം. ഇച്ചൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ദൃശ്യമായ മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഒരു അദൃശ്യ മണ്ഡലമുണ്ട്. ദൃശ്യമായ മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഒരു അദൃശ്യ മണ്ഡലമുണ്ട്. അത് ദൈവികമുണ്ട്, അത് പൈശാചികമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്നേരം ഈ ദൃശ്യമായി നാം ജീവിക്കുന്നത് നമ്മുടെ ജീവിതം, ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഞാൻ ഇച്ചൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, ജീവിതം അത്ര ഈസി ആയുള്ള ഒരു കാര്യമല്ല. നാം എല്ലാവരും കടന്നു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ വളരെ പ്രയാസവും വളരെ ബുദ്ധിമുട്ടിൽ കൂടെയും വളരെ പ്രതിസന്ധിയിൽ കൂടെയും. ലൈഫ് ഇസ് നോട്ട് ഈസി. നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലൈഫ് ഇസ് നോട്ട് ഈസി. അതിപ്പം എത്ര ധനവാനും ആയിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ, ഈ ഭൂമിയിലെ ജീവിതം അത്ര എളുപ്പമുള്ള ഒരു ജീവിതമല്ല. അതിൽ പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പല കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടിയ ഇതിലൊരു വസ്തുതയുണ്ട്. ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ദൃശ്യമണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഒരു അദൃശ്യ മണ്ഡലമുണ്ട്. ദൈവമക്കൾ അത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. പൗലോസ് ഈ ലേഖനത്തിൽ ഈ കൺക്ലൂഡ് ചെയ്യുന്ന ഇതെല്ലാം കണ്ടിന്യൂസ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. അന്നേരം ഇത് ഒരു ദിവസം ചിന്തിക്കേണ്ടത് മാത്രമല്ല, എല്ലാ ദിവസവും ചിന്തിക്കേണ്ട ഒരു ദൈവിക സത്യമാണ്. കണ്ടിന്യൂസ് ടെൻസിലാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇത് എല്ലാ ദിവസവും, ഒരു ദിവസം മാത്രമല്ല പോരാട്ടം, ഒരു ദിവസം മാത്രമല്ല ഈ ശക്തികളുമായിട്ടുള്ള നമ്മുടെ വെല്ലുവിളി. ഇത് അനുദിനം, എല്ലാ ദിനവും മരണത്തോളം നമ്മൾ നേരിടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ കാര്യത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഇച്ചൂടെ പ്രകാശനം തരട്ടെ എന്ന് ഞാൻ ഈ ദൈവവചന ധ്യാനത്തിൽ കർത്താവിൽ ശരണപ്പെടുവാണ്, ആശംസിക്കുവാണ്, ചിന്തിക്കുവാണ്. കർത്താവിലും അവന്റെ അമിത ബലത്തിലും നാം ശക്തിപ്പെടണം. എന്നെ സ്വാധീനിച്ച, എന്നെ വളരെ എന്നെ ആകർഷിച്ച വാക്ക് ഒടുവിൽ. ഒടുവിൽ എന്ന വാക്ക, അതെന്നെ ഭയങ്കരമായിട്ട് എന്റെ ശ്രദ്ധ അങ്ങ് കയറി പിടിച്ചു. അതെന്താ പൗലോസെ ഒടുവിൽ എന്ന വാക്ക് അവിടെ കൊണ്ട് പൗലോസ് അത് വെക്കാൻ കാരണമായി തീർന്നത്? അതിന്റെ അർത്ഥം, പൗലോസ് പറയാനുള്ള കാര്യം, പൗലോസ് ഈ വാക്കിന്റെ മൂലപദം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പൗലോസ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവുമായിട്ട് കണക്റ്റ് ആയി നിൽക്കുന്ന ഒരു വസ്തുതയാണ് ഈ ഒടുവിൽ പറയുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും അതിനെ ബാധിക്കാൻ, അതിനെ
ആ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അത് വെളിപ്പെടാതിരിക്കാൻ അതിനെ തടസ്സമായി നിൽക്കുന്ന ഒരു വസ്തുത ഉണ്ടെന്ന് ഒടുവിൽ കൊണ്ട് ഓർമ്മിപ്പിക്കുക. കണക്റ്റഡ് ആണ്. പ്രൈസ് ദി ലോർഡ്. കണക്റ്റഡ് ആണ്. ഇതെന്റെ സ്പിരിച്വൽ പേഴ്സ്പെക്റ്റീവിനെ, എന്റെ ആത്മീയ വീക്ഷണത്തെ തന്നെ ഇത് ഭയങ്കര അധികം ഈ ലേഖനം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഇതുവരെ പൗലോസ് പറഞ്ഞിട്ടുള്ള സകല കാര്യമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുവാണ് ആത്മീയ പോരാട്ടം. ആത്മീയ പോരാട്ടമൊക്കെ വളരെ ലഘുവായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. നമ്മളിൽ പ്രാർത്ഥന സ്ലോട്ടിൽ കയറുന്ന ദൈവമക്കളെ ഓർത്തല്ല ഞാൻ പറയുന്നത്, അല്ലാത്തവര് പിശാചിനെ കളിയാക്കി സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. 2 പത്രോസിന്റെ ലേഖനത്തിൽ, യൂദയുടെ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട് എങ്ങനെ ഈ പിശാചും അതിന്റെ കാര്യത്തെ വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഒരു സംഘമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ല ദൈവവചനം നമ്മളെ കാണിക്കുന്നത്. ഈ പോരാട്ടത്തിൽ നമ്മൾ ഇതിൽ എൻഗേജ് ആകേണ്ട ലാഘവത്തോടല്ല, കളിയാക്കിയല്ല, നമ്മുടെ പ്രതിയോഗിയെ കളിയാക്കി വളരെ ലഘൂകരിച്ച് കണ്ട് പോരാടേണ്ട ഒരു പോരാട്ടമല്ല. പ്രൈസ് ദി ലോർഡ്. അമിതബലത്തിലും കർത്താവും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെട്ട് ചെയ്യേണ്ട ഒരു വസ്തുതയാണെങ്കിൽ ഇത് ശക്തമേറിയ ഒരു പോരാട്ടമാണ്. ലാഘവത്തോടെ എടുക്കാൻ പറ്റാത്ത ഒരു പോരാട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണെന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനത്തെ ദൈവവചന വെളിപ്പാടുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സൂപ്രണ്ട് ആയിരിക്കുന്ന ടീച്ചർ ഷമൽ സാറ് ഈ കാലഘട്ടത്തിലൊക്കെ പഠിപ്പിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ഗൗരവമായിട്ട് ഈ വിഷയത്തെ പറ്റി പറയുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. കാരണം ഇത് ഗൗരവമാണ്, ഇതൊരു ബാറ്റിൽ ഫീൽഡ് ആണ്, യുദ്ധകളമാണ്, ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ പ്രവേശിക്കാൻ പല ആൾക്കാർക്കും ഒരു താല്പര്യമില്ല. കാരണം ഇതിൽ കാഷ്വാലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യാഥാർത്ഥ്യം നമ്മൾക്ക് പ്രവേശിക്കാൻ ആഗ്രഹം ഇല്ലയോ ഉണ്ടോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ എല്ലാവരും ഈ പോരാട്ടത്തില്ല. ഈ സത്യത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ പൊരുതേണ്ടതുപോലെ പൊരുതിയാൽ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് 100% അല്ല 200% ഉറപ്പായിട്ട് പറയാം, ജയം നമുക്കാണ്. ജയം നമുക്കാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവും അവന്റെ അമിത ബലത്തിലും, പറഞ്ഞാൽ തോൽപ്പിച്ച് ഒരു നാഥനെ പരിചയപ്പെടുത്തുക. പിശാചിനെ തോൽപ്പിച്ച് പിശാചിന്റെ തലയെ തകർത്ത് അവന്റെ എല്ലാ ആയുധത്തിനെ കീഴടക്കിക്കൊണ്ട് ജയിച്ച ഒരു കർത്താവിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ പോരാട്ടത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമ്മൾക്ക് പോരാട്ടമുണ്ട്. പോരാട്ടത്തിൽ നമ്മളെ ക്ഷണിക്കുന്നത് നമ്മുടെ കർത്താവും കർത്താവിൽ കൂടെ വ്യാപരിക്കപ്പെടുന്ന തന്റെ അമിത ബലമാണ്. പ്രൈസ് ദി ലോർഡ്. അന്നേരം കണ്ടോ, ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യമായിട്ട് കണക്റ്റഡാ. അന്നേരം ഒരൊറ്റ കാര്യം, നമ്മൾ പോരാട്ടം നയിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്കൊരു സൈറ്റ് വേണം, സ്പിരിച്വൽ സൈറ്റ്, ഒരു ആത്മീയ ദർശനം വേണം. സങ്കീർത്തനം 11 പറയുന്നത് ഇരുട്ടിലിരുന്ന് അമ്പെയ്യുന്ന ഒരു ദുഷ്ടന്റെ പ്രവൃത്തി, പിശാചിന്റെ പ്രവൃത്തി അതാണ്. ഇരുട്ടിലിരുന്ന് അമ്പെയ്യുക, പദ്ധതികൾ ഉണ്ടാക്കുക, ആലോചനകൾ ഉണ്ടാക്കുക. അതുകൊണ്ട് അവിടെ പൗലോസ് പറയുന്നത് നമുക്ക് ജഡരക്തങ്ങളോടല്ല വാഴ്ചകൾ, അധികാരം, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അഗേൻസ്റ്റ് ദ അതോറിറ്റീസ്, റൂളേഴ്സ് ആൻഡ് പവർ ഓഫ് ദി ഡാർക്ക് വേൾഡ്. അന്ധകാരത്തിൽ നിന്ന്, കണ്ടോ, അന്ധകാരത്തിൽ നിന്നുള്ള ഒരു അറ്റാക്കാണ്, ഇരുട്ടിൽ നിന്നുള്ള ഒരു അറ്റാക്കാണ്. വെളിച്ചത്തിൽ പരസ്യമായി വന്നുള്ള ഒരു അറ്റാക്ക് അല്ല. 12ാം വാക്യത്തിൽ പറയുന്ന അവന്റെ ദുർദിവസത്തിൽ, 13ാം അവന്റെ ദുർദിവസത്തിൽ നമ്മൾ നിൽക്കണം. അന്നേരം അവൻ ഒരു ദിവസം നോക്കി വെച്ചിട്ടുണ്ട്. അന്ധകാരത്തിൽ കൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. വാഴ്ചകൾ, അധികാരങ്ങൾ, അതിനാ പറഞ്ഞാൽ മെയിൻ ഒരു ഹെഡ് ഉണ്ട്, അതിന്റെ കീഴിൽ റീജിയണൽ ഹെഡ്സ് കാണും, അതിന്റെ കീഴിൽ ടെറിട്ടോറിയൽ ഹെഡ്സ് കാണും. പിശാചും അവന്റെ ശിങ്കടികളും പ്രവർത്തിക്കുന്നത് അവൻ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഞാൻ പിശാചിനെ പുകഴ്ത്താനൊന്നും പറയുമല്ല, നമ്മൾ മനസ്സിലാക്കണം. ദൈവമക്കളെയും ദൈവസഭയെയും ദൈവത്തിന്റെ പ്രവൃത്തിയെ തടുക്കുവാൻ വേണ്ടി പിശാച് വളരെ ഐക്യതയോടെ, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്
ഇരുട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഒരു ദിവസം നോക്കി തകർക്കുവാൻ വേണ്ടി കച്ച കെട്ടിയിരിക്കുന്ന ഒരു പൈശാചിക പ്രവൃത്തിയാണ് ദൈവസഭയ്ക്കും ദൈവമക്കളുടെതിരെ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. അത് വളരെ ഗൗരവത്തോടെ എടുക്കണം. അത് വളരെ ഗൗരവത്തോടെ എടുക്കണം. ഇതിനെ എങ്ങനെ നേരിടാനാണ് പൗലോസ് പറയുന്നത്? അതിന് നമുക്കൊരു ദൃഷ്ടി വേണം, നമുക്കൊരു അറിവ് വേണം, ഒരു കാഴ്ചപ്പാട് വേണം. പ്രൈസ് ദി ലോർഡ്. പോരാട്ടത്തെ തിരിച്ചറിയുവാൻ, വിവേചിക്കാനുള്ള ഒരു ഉൾക്കാഴ്ച നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് തരണം. പ്രൈസ് ദി ലോർഡ്. ആ ഉൾക്കാഴ്ച ഉണ്ടേല് ഇരുട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഏലീശ പ്രവാചകനെ പറ്റി രാജാവ് പറയുന്നത് എന്തുവാ? അരമനയിൽ ഇരുന്ന് സംസാരിക്കുന്നത് പ്രവാചകന് വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അതാ, ഇരുട്ടിൽ നിന്ന് ദുഷ്ടൻ ഉണ്ടാക്കുന്ന പദ്ധതികളെ കാണുവാൻ തക്കവണ്ണം പ്രവാചകന്റെ ഉൾദൃഷ്ടി പ്രകാശിക്കപ്പെട്ടതാണ്. തന്റെ സെർവന്റിന് കാണാൻ പറ്റിയില്ല. അരാമ്യ സൈന്യം ഇറങ്ങി വന്ന് ഏലീശയെ അറ്റാക്ക് ചെയ്യാൻ മുഴുവൻ പർവ്വതം ചുറ്റി നിൽക്കുവാണ്. എത്ര ആയിരക്കണക്ക് പടയാളികൾ നിൽക്കുവാണ് ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി. സെർവന്റ് മേടിച്ചിട്ട് വന്നു, ഗുരുവേ, പ്രവാചക കണ്ടോ, ആൾക്കാര് മുഴുവനും പർവ്വതം ചുറ്റി നിൽക്കുവാണ്. പക്ഷേ പ്രവാചകന് തന്റെ ശിഷ്യനോട് പറയാനുള്ളത്, പ്രിയ ശിഷ്യ, നിന്റെ കണ്ണ് ദൈവം പ്രകാശിപ്പിക്കട്ടെ. ഇവരെക്കാട്ടും വലിയൊരു സൈന്യം പാളയത്തിന് ഇറങ്ങി നിൽക്കുന്നുണ്ടെന്ന് കാണുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവന്റെ കണ്ണിനെ തുറന്ന് ദൈവം കാണിക്കുകയാണ്. കണ്ടോ, കാഴ്ചപ്പാട് വേണം, ദൃഷ്ടി വേണം. അദൃശ്യമണ്ഡലത്തിന്റെ വ്യാപാരങ്ങളെ തിരിച്ചറിയുവാൻ വേണ്ടി ആത്മാവിനാൽ പ്രകാശിക്കപ്പെട്ട് ഒരു അറിവ്, ഒരു കാഴ്ചപ്പാട്, ഒരു കാഴ്ച, കണ്ണ് തുറന്ന് കാണത്തക്ക രീതിയിൽ ഒരു കാഴ്ചപ്പാട് നമ്മളിൽ വ്യാപരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ പോരാട്ടത്തിൽ നമ്മൾ മുന്നേറണി, ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കണേ, ഈ പോരാട്ടത്തിൽ നമ്മൾ പിശാചിനെ യേശു കർത്താവ് തോൽപ്പിച്ചതുപോലെ നമ്മളിൽ കൂടെ ഇനി യേശു കർത്താവ് തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ തോൽപ്പിക്കണമെങ്കിൽ നമുക്കൊരു ദൃഷ്ടി വേണം, ഒരു കാഴ്ചപ്പാട് വേണം, ഒരു വിവേചനം വേണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് ദൈവം നമുക്ക് ഈ വചനത്തിൽ കൂടെ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നേരിടുന്ന പല ദൃശ്യമണ്ഡലത്തിൽ നേരിടുന്ന പല കാര്യത്തിന്റെ പിൻപിൽ പ്രവചന ആത്മാവിനെ എനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത്, പ്രിയ ദൈവമക്കളെ, അതിന്റെ പിൻപിൽ അദൃശ്യമായ ഒരു ദുഷ്ടനുണ്ട്, അവന്റെ പദ്ധതിയുണ്ട്. അത് കൃത്യമായി കാണത്തക്ക രീതിയിൽ അരമനയിൽ നിന്ന് സംസാരിക്കുന്നത്, ആലോചിക്കുന്നത് പ്രവാചകന് വെളിപ്പെട്ടതുപോലെ പ്രിയ ചില ദൈവമക്കൾക്ക് അവന്റെ നേരെ പിശാച് തൊടുത്തുവിടുന്ന തീയമ്പുകൾ, പോരാട്ടങ്ങളെ കണ്ണു തുറന്ന് കാണുവാൻ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേകമായ കാഴ്ച നൽകട്ടെ എന്ന് ഞാൻ ഈ വചനത്തിന്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. അത് ദൈവം പകർന്നു നൽകുവാണ് ചിലതിനെ കാണുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ചിലതിനെ കാണുവാൻ വേണ്ടി അഹിത്തോഫേലിന്റെ ആലോചന നിർവീര്യമാക്കി കളയുന്നത് ഇങ്ങനത്തെ കാഴ്ചപ്പാടാണ്, ഇങ്ങനത്തെ കാഴ്ചപ്പാടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് പരിശുദ്ധാത്മാവ് നമ്മുടെ മാതാക്കന്മാർക്ക് കൊടുക്കട്ടെ, നമ്മുടെ പിതാക്കന്മാർക്ക് കൊടുക്കട്ടെ, നമ്മുടെ യൗവനക്കാർക്ക് കൊടുക്കട്ടെ, നമ്മുടെ ദൈവദാസന്മാർക്ക് അങ്ങനത്തെ കാഴ്ചപ്പാടുകളെ ദൈവത്തിന്റെ ആത്മാവ് പകരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ വേളയിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് കാണുവാൻ, നമ്മുടെ എതിരെ പൊരുതുന്ന ആ ദുഷ്ടനും അവന്റെ ആലോചനകളെ കാണുവാനും അതിനെ നിർവീര്യമാക്കി കളയത്തക്ക രീതിയിൽ കാണുവാൻ ഒരു കാഴ്ചപ്പാട് ദൈവത്തിന്റെ ആത്മാവ് ഈ മീറ്റിംഗിൽ ചിലരിൽ പകരുവാണെന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവേ, അത് ചെയ്യുന്നതിനായി സ്തോത്രം. കണ്ടോ, ഒടുവിൽ കർത്താവ് അവന്റെ അമിത ബലത്തിലും അന്ന ഒരു കാഴ്ചപ്പാട് വേണം. രണ്ട്, ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യമായിട്ട് കണക്റ്റഡ് ആണ്. അന്ന് ഇതുവരെ പൗലോസ് എന്തോ പറഞ്ഞിട്ടുള്ളേ? 1-ാം അധ്യായം തൊട്ട് നമ്മൾ നോക്കിയാൽ മതി. എന്തോ പറഞ്ഞിട്ടുള്ളേ? 1-ാം അധ്യായം 3-ാം വാക്യം മുതൽ ലോക സ്ഥാപനത്തിന്റെ മുമ്പിൽ നമ്മൾ തെരഞ്ഞെടുത്തു. ഞാൻ അതങ്ങ് പറഞ്ഞു വിടുവാണ്, നിങ്ങളെ വായിപ്പിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി കാരണം. എന്നാൽ 1-ാം അധ്യായത്തിൽ എന്തോ പൗലോസ് പറയുന്നത്? രക്ഷയെ പറ്റി പ്രിയ ദൈവമക്കളെ നമ്മൾ ഓർക്കണം.
ഓർമ്മിപ്പിക്കുവാണ് 1-ാം അധ്യായത്തിൽ. എന്തുവാ? നമ്മളെ പിതാവായ ദൈവം ലോക സ്ഥാപനത്തിന്റെ മുമ്പിൽ വിശുദ്ധരും നിർമ്മലരുമായി നിൽക്കാൻ തെരഞ്ഞെടുത്തത് മാത്രമല്ല, പുത്രത്വത്തിലേക്ക് ദത്തെടുത്തു. 3-ാം വാക്യത്തിലുണ്ട്. ഞാനത് കാണിക്കാൻ ഇപ്പം വായിപ്പിക്കുവാനൊന്നും താല്പര്യപ്പെടുന്നില്ല. ദത്തെടുത്തത് മാത്രമല്ല, അവൻ നമ്മളെ വീണ്ടെടുത്തു. പാപമോചനത്താൽ അവൻ നമ്മളെ വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, താഴോട്ട് വായിക്കുമ്പോ തന്റെ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടു, അവകാശത്തിന്റെ മുദ്രയിട്ടു. കാരണം ഇതെല്ലാം രക്ഷയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. തെരഞ്ഞെടുത്ത ദൈവം നമ്മളെ ദത്തെടുത്തു. ഇന്നലത്തെ നിത്യതയിൽ അതിന്റെ അർത്ഥം നമ്മളൊക്കെ ഭൗമികമായി ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ആത്മീയമായി ദൈവത്തിന്റെ ഹൃദയത്തിൽ ജനിച്ചവരാണ്. ഒരു ദൈവമക്കളെ സംബന്ധിച്ചോളം അവർക്ക് 3 ജനനമുണ്ട്. 1 ശാരീരികമായ ജനനം, 2 ആത്മീയമായ വീണ്ടും ജനനം, 3 ഇതിനെല്ലാം മുൻപ് ലോകസ്ഥാപനത്തിന്റെ മുൻപിൽ നമ്മൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ ജനിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇത് ഓർത്തോണ്ട് പൗലോസ് ഇരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാണ്. ഈ രക്ഷയെ ഓർത്ത്, അതിന്റെ മഹാത്മ്യത്തെ ഓർത്ത്, അതിന്റെ ശ്രേഷ്ഠത ഓർത്ത്. ഇതെല്ലാം ദൈവത്തിന്റെ കൃപാമഹത്വമാണ്. ഇത് ദൈവത്തിന്റെ കരുണയാണ്. ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അടിമച്ചന്തയിൽ നിന്ന നമ്മളെ അവൻ ആലിംഗനം ചെയ്ത് വിലയ്ക്ക് മേടിച്ചതാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്നേരം പൗലോസ് 1:13 പറയുന്നുണ്ട്, ഈ സുവിശേഷം നിങ്ങൾ കേട്ടപ്പോൾ ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെട്ടു, ആത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടു. അതിന്റെ അർത്ഥം ഇച്ചൂടെ വ്യക്തമായിട്ട് പറയാം. ഞാൻ 2000 വർഷം മുമ്പ് ക്രൂശിൽ നടന്ന ദൈവിക പ്രവൃത്തി, 2000 വർഷം മുമ്പ് ക്രൂശിൽ നടന്ന ദൈവിക പ്രവൃത്തി, യേശു മരിച്ചത്, അത് നമ്മുടെ രക്ഷയ്ക്കാണെന്ന് നമ്മൾ വിശ്വസിക്കത്തക്ക രീതിയിൽ ആത്മാവ് ലുദിയുടെ ഹൃദയത്തെ തുറന്നതുപോലെ ദൈവത്തിന്റെ ആത്മാവ് സുവിശേഷം കേട്ടപ്പോൾ നമ്മുടെ ഹൃദയത്തെ തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു യൂത്ത് മീറ്റിംഗിൽ ഒരു ചെറുപ്പക്കാരനോട് പാസ്റ്റർ ചോദിച്ചു, എടാ 2000 വർഷം മുമ്പ് നടന്ന കാര്യം അതെങ്ങനെ നിന്റെ പാപമോചനത്തിന് കാരണമായി തീരും? ഈ കൊച്ചു സ്നാനപ്പെട്ടൊക്കെ കൊച്ചാണ്, അവന് ഉത്തരം പറയാൻ അറിയത്തില്ല. അവൻ പറഞ്ഞു, ശരിയാണല്ലോ അങ്ങളെ. അവൻ തന്നെ ഡൗട്ട് ആയിപ്പോയി. അവന് തന്നെ ഭയങ്കര സംശയമായി പോയി. അന്നേരം അതിന് എനിക്കൊരു ഉത്തരം കിട്ടിയതാണ്. 2000 വർഷം മുമ്പ് നടന്ന കാര്യം അത് സത്യമാണെന്നും അതെന്റെ രക്ഷയ്ക്കാണെന്നും ഇത് വിശ്വസിച്ചാൽ ഞാൻ നീതീകരിക്കപ്പെടുമെന്നും പ്രവർത്തിയാലല്ല സൗജന്യമായി കർത്താവ് എന്നെ നീതീകരിക്കുവാണെന്നും ഞാൻ ഒരു കാര്യം ചെയ്യേണ്ട, രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ക്രൂശിൽ എനിക്ക് വേണ്ടി സകലതും നിവൃത്തിയായെന്ന് വിശ്വസിക്കുവാൻ, എന്റെ അയൽക്കാർക്കും നാട്ടിലത്തെ പല ജ്ഞാനികൾക്കും നാട്ടിലത്തെ പല ബലവാന്മാർക്കും നാട്ടിലത്തെ പല മിടുക്കന്മാർക്കും നാട്ടിലത്തെ പല പ്രമാണികൾക്കും ഗ്രഹിക്കാൻ പറ്റാതിരുന്നപ്പോൾ ഇത് നമ്മുടെ ഹൃദയ കണ്ണിനെ തുറന്ന് ഇത് സത്യമാണെന്ന് വിശ്വസിക്കുവാൻ ദൈവം നമ്മളോട് കൃപ കാണിച്ചു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം, അതോർത്ത് ദൈവത്തിന് സ്തോത്രം. അതൊരു ഭയങ്കര അത്ഭുതമാണ്, അതൊരു ഭയങ്കര മിറക്കിളാണ്. അത് ആത്മാവ് ചെയ്തതാണ്, നമ്മുടെ മിടുക്കല്ല, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് സത്യാന്വേഷി ആയോണ്ട് ഒന്നുമല്ല. ദൈവത്തിന്റെ ആത്മാവ് സുവിശേഷത്താൽ നമ്മുടെ കണ്ണ് തുറന്നതാണ്. അത് ചിലപ്പോ ഒരു പാട്ട് കേട്ടപ്പോ ആയിരിക്കും, ചിലപ്പോ ഒരു സാക്ഷ്യം കേട്ടപ്പോ ആയിരിക്കും, ചിലപ്പോ ഒരു രോഗസൗഖ്യമായതായിരിക്കും. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ യേശുവിന്റെ സ്നേഹത്തെ, ക്രൂശിൽ വെളിപ്പെട്ട കർത്താവിന്റെ സ്നേഹത്തെ, ക്രൂശിൽ വെളിപ്പെട്ട കർത്താവിന്റെ നീതീകരണത്തെ വിശ്വസിക്കുവാൻ വേണ്ടി എന്റെ ഉൾക്കണ്ണുകളെ ആത്മാവ് തിമിരം മാറ്റി തുറന്നതാണ് അത്ഭുതം. അന്നേരം പോരാട്ടം എന്തിനെതിരെയാണെന്ന് അറിയാമോ? പോരാട്ടം ഇത് സംഭവിക്കല്, ഇതിന്റെ എതിരെയാണ് പൈശാചികൻ പോരാടുന്നത്. കണ്ടോ, അവിശ്വാസിയുടെ കണ്ണിനെ കുരുട്ടാക്കി വെക്കുകയാണ്. കേട്ടിട്ടുണ്ട് വചനം, മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സഭകളിൽ തന്നെ രക്ഷിക്കപ്പെടാത്ത അനേകരുണ്ട്. നമ്മുടെ സഭകളിൽ യൗവനക്കാരും പ്രായമുള്ളവരും. അത് പറയുന്നത് അതിശോക്തിയായിട്ട് എടുക്കല്, അത് വാസ്തവമാണ്. രക്ഷിക്കപ്പെടാത്തോണ്ടാണ് പലവിധ ജഡികമായ പ്രവൃത്തി വെളിപ്പെടുന്നത്. ശരിക്കായിട്ട് രക്ഷിക്കപ്പെട്ട പലതും ഗുണപ്പെടും.
ഗുണപ്പെടാത്തത് രക്ഷിക്കപ്പെടാത്തോണ്ടാണ്. അത് ഈ രക്ഷ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ പള്ളിയിലുള്ള തന്നെ ചിലതിന്റെ ഉള്ളത്തെ പിശാച് അങ്ങ് കെട്ടിവെക്കുകയാണ്. പാരമ്പര്യത്താലും പലവിധ അനാവശ്യ ചരക്ക് ചിന്തയാലും ദുരുപദേശത്താലും മറ്റൊരു സുവിശേഷത്താലും വേറൊരു ആത്മാവിനാലും പൈശാചിക ബന്ധനത്താലും പലവിധ കാര്യത്താൽ ഈ സുവിശേഷം കേൾക്കാതെ ഈ സുവിശേഷം ഗ്രഹിക്കാതെ രക്ഷിക്കപ്പെടാതിരിക്കാനുള്ള ഒരു പോരാട്ടം കണ്ടോ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പക്ഷെ പ്രിയ ദൈവമക്കളെ, പ്രിയ കർത്താവിന്റെ ദാസന്മാരെ, കർത്താവും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ടാൽ നമ്മുടെ പ്രസംഗത്തിൽ, നമ്മുടെ സഭയിൽ, ശുശ്രൂഷയിൽ, നമ്മുടെ പരസ്യയോഗങ്ങളിൽ, നമ്മൾ നടത്തുന്ന ക്യാമ്പുകളിൽ ആത്മാവിന്റെ അമിത ബലം വ്യാപരിച്ച് സുവിശേഷം പറഞ്ഞാൽ ഇങ്ങനത്തെ ചില തിമിരങ്ങളെ ദൈവം കീറുമെന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. അത് സംഭവിക്കും. പക്ഷെ പ്രാർത്ഥിക്കണം, ആത്മബലം പ്രാപിക്കണം. കർത്താവും അമിത ബലം വേണം. അല്പം ബലം പോരാ. സഭയോട് പറയാം, അല്പമേ ബലമുള്ളൂ. അല്പം ബലം പോരാ, അമിത ബലം വേണം. മൈറ്റി പവർ വേണം. ഡൈനമൈറ്റ് പറഞ്ഞ സ്ഫോടക ശക്തി വേണം. ഉണക്ക പ്രസംഗം കൊണ്ട് പറ്റത്തില്ല. തിയോളജി ഇല്ലാത്ത മെസ്സേജ് കൊണ്ട് പറ്റത്തില്ല. ചിലർ പറയും ഞാൻ തിയോളജി അല്ല, തീയാ. തിയോളജി ഇല്ലാത്ത തീ എന്തൊരു തീയാന്ന്. തിയോളജി തന്നെ തീയുണ്ട്. ശരിക്കായിട്ടുള്ള തിയോളജിയിൽ തീയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് എഫേസ്യ ലേഖനത്തിൽ എന്തുവാ തിയോളജിയാണ് എഴുതുന്നത്. കൊരിന്തി ലേഖനത്തിൽ 2 കൊരിന്ത്യർ പറയുവാൻ ഞങ്ങളുടെ ആയുധം ജഡികമല്ല, അത് ആത്മീകമാണ്. എന്തുവാ ആത്മീകം? എഴുതുന്ന ലേഖനമാണ് ആത്മീയമായ ആയുധം. ദൈവത്തിന്റെ വചനമാണ്. ഈ പോരാട്ടത്തിൽ ഒരേ ആയുധമേ ഉള്ളൂ അറ്റാക്ക് ചെയ്യാൻ, അത് വാളാണ്, ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. വചനം വ്യാഖ്യാനിക്കേണ്ടതുപോലെ, വചനം പറയേണ്ടതുപോലെ, ആത്മനിറവിൽ ദൈവത്തിന്റെ അരുളപ്പാടിനെ പോലെ വാ തുറന്ന് പ്രസ്താവിച്ചാൽ ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന ജനത്തെ അക്കരയ്ക്ക് കടത്തിയതുപോലെ, ഫറവോന്റെ അടിമത്തത്തിൽ കടന്ന് ഫറവോനെ ന്യായം വിധിച്ച് 10 ബാധകൾ വരുത്തിക്കൊണ്ട് 25 ലക്ഷം ജനത്തെ അക്കരയ്ക്ക് കടത്തിയതുപോലെ ആത്മപ്രവൃത്തി വെളിപ്പെടും. അത് എവിടെയാണേലും വെളിപ്പെടും. എത്ര ഉണങ്ങി കിടക്കുന്ന തരിസ് ഭൂമിയാണേലും, അതൊരു അസ്ഥി കൂമ്പാരമാണേലും ആത്മാവിന്റെ സഹായത്താൽ പ്രവചിച്ചാൽ അതൊരു സൈന്യമായി എഴുന്നേൽക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ആത്മാവിൽ നിങ്ങളെ ഉദ്യമിപ്പിക്കുന്നു. ആത്മാവിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ആത്മാവിൽ വചനം ശുശ്രൂഷിക്കുവാൻ കാലഘട്ടത്തിൽ ദൈവദാസന്മാരെ, പ്രവാചകന്മാരെ, ഭക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സഹോദരം, പിശാച് കുരുട്ടാക്കി വെച്ചിരിക്കുകയാണ്. കാരണം വചനം പറയല്, വചനത്താൽ ഈ തിമിരം മൊട്ടല്, ഇവൻ രക്ഷിക്കപ്പെടല്, ദൈവം ചെയ്തത് ഇവൻ മനസ്സിലാക്കല്, ക്രൂശിൽ വെളിപ്പെട്ട സത്യം മനസ്സിലാക്കല്. സഹോദരം, എന്നെ ഒരു യൂത്ത് മീറ്റിംഗ് വിളിച്ച് 100-200 പിള്ളേരുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പ്യുവർ ഗോസ്പൽ, സുവിശേഷം ആ ക്യാമ്പിൽ പറഞ്ഞു. സുവിശേഷം. ഞാൻ പിള്ളേരെ വികാരതരത്തിൽ ഇളകുവാണെങ്കിൽ ഇളകട്ടെ, കൈ കൊട്ടുവാണെങ്കിൽ കൊട്ടട്ടെ, അത് കൊട്ടാൻ വേണ്ടി കൊട്ടുന്നതിന് ഒരു കുഴപ്പമില്ല. ചില മെസ്സേജ് പറയുമ്പോ കൈ കൊട്ടും, പ്രശ്നമില്ല. പക്ഷെ വികാര തരത്തിൽ ഇളക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഇട്ട് പറഞ്ഞ് ഇളക്കുവല്ല. പ്യുവർ ഗോസ്പൽ പറഞ്ഞു, പാപത്തിൽ നിന്ന് നീ വിടുവിക്കപ്പെടണം. പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, പാപം എന്ന പഴുപ്പ് നിന്റെ അകത്തുനിന്ന് ഇറക്കുവാൻ വേണ്ടി ക്രൂശിൽ വെളിപ്പെട്ട സാധ്യതയെ വിവരിച്ചു കൊടുത്തു. പിള്ളേർക്ക് വിവരിച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാമോ, 1.5 മണിക്കൂറത്തെ ആ വചന ശുശ്രൂഷ കഴിഞ്ഞ് ഒരൊറ്റ കുഞ്ഞും കൈകൊട്ടിയില്ല. പക്ഷെ 1.5 മണിക്കൂറത്തെ വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഓൾട്ടർ കോൾ കൊടുത്തത് ആ കേട്ട വചനത്തിനോട് റെസ്പോണ്ട് ചെയ്ത 100-ലധികം കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. വചനം അവരുടെ ഹൃദയത്തെ തുറന്നു. അവരിൽ പലരും അഭിഷേകം പ്രാപിച്ചു. പലരുടെ ഭൂതം വിട്ടുപോയി. പലർക്കുള്ള സൂയിസൈഡൽ ടെൻഡൻസി വിട്ടുപോയി. പലരുടെ ഡിപ്രഷൻ വിട്ടുപോയി. പലരുടെ മാനസിക അസ്വസ്ഥതകൾ വിട്ടുപോയി. ഇതാണ് സുവിശേഷത്തിലുള്ള ശക്തി. പ്രൈസ് ദി ലോർഡ്. ഭക്തി നമ്മുടെ മിടുക്കൊന്നുമല്ല. പത്രോസ് ഉടനെ സൗഖ്യമായി ആക്കിയിട്ട് പറയാം, ഞങ്ങളുടെ ഭക്തി ഒന്നുമില്ല, ഷോൺ പാസ്റ്റർ പ്രസംഗിച്ചോണ്ടൊന്നുമല്ല, ഷോൺ പാസ്റ്റർ ഏതാണ് മിടുക്കനായിട്ടല്ല, എന്നെ പോലത്തെ കഴുത വേറെ ആരുമില്ല, ഞാനൊരു കഴുതയാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്.
ഈ കഴുതയുടെ മേൽ യേശു കർത്താവ് സവാരി ചെയ്യുന്നോണ്ടാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നമ്മളൊന്നുമല്ല, ജസ്റ്റ് നിന്നു കൊടുത്താൽ മതി. ദൈവത്തിന്റെ വായായിട്ട് ദൈവം പറയുന്നത് ആത്മാവിൽ ജനത്തോട് വിളിച്ചു പറയുവാൻ, ഹൃദയത്തിന്റെ വാതിലുകളെ, തിമിരങ്ങളെ കീറത്തക്ക രീതിയിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ വേണ്ടി നെഹമ്യാവിന്റെ ഉള്ളത്തിൽ ഒരു ഭാരം വന്നതുപോലെ, പത്രോസിന്റെ ഉള്ളത്തിൽ ഒരു ഭാരം വന്നതുപോലെ, പൗലോസിന്റെ ഉള്ളത്തിൽ ഒരു ഭാരം വന്നതുപോലെ, ആ ഭാരത്തോടെ ആത്മാവിൽ വെളിപ്പാടുകളെ വിളിച്ചു പറഞ്ഞാൽ, ദൈവവചനത്തെ വ്യാഖ്യാനിച്ചാൽ പിശാചിന്റെ പോരാട്ടത്തെ നാം അതിജീവിക്കും. ദേശത്തെ കീഴ്മേൽ മറിക്കാം. നമ്മുടെ സഭയിലുള്ള കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടും, ആത്മാക്കൾ രക്ഷിക്കപ്പെടും. സഭയുടെ അതിരുകളെ ദൈവം വിശാലമാക്കും. വചനം പറയേണ്ടതുപോലെ പറഞ്ഞാൽ മതി. ഒരു വാക്യം എടുത്തിട്ട് കോണ്ടെക്സ്റ്റ് മറന്നുപോയിട്ട് വായി തോന്നുന്ന പറയുന്നതല്ല വചനം. ചിലര് സൺഡേ രാവിലെ വന്നാണ് പുസ്തകം തുറന്ന് നോക്കുന്നത്. ഇപ്പം കിട്ടിയ വെളിപ്പാട് കുഴപ്പമില്ല, ഇപ്പം കിട്ടിയ വെളിപ്പാടും പറഞ്ഞോ, നോ പ്രോബ്ലം. പക്ഷേ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അരുളപ്പാട് ആലോചന സഭയിൽ ഇരുന്ന് കേട്ടിട്ട്, ദൈവം പറയുന്നത് കാതോർത്ത് കേട്ടിട്ട്, അത് നമ്മുടെ അകത്ത് തുളച്ചു കയറണം, നമ്മളെ വിവേചിക്കണം, നമ്മളെ ശുദ്ധീകരിക്കണം, നമ്മളെ ഒന്ന് അത് വെടിപ്പാക്കണം. എന്നിട്ട് വേണം ജനത്തോട് വിളിച്ചു പറയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വളരെ വിനയത്തോടാണ് അത് പറയുന്നത്, വളരെ ഭയത്തോടാണ് ഞാൻ അത് പറയുന്നത്. ഏതാണ്ട് എന്നുള്ള ഭാവത്തോടെ അല്ല പറയുന്നത്. എനിക്ക് ഓടാൻ അധികമുണ്ട്, എനിക്കും പ്രാപിക്കാൻ അധികമുണ്ട്. ഞാൻ പ്രാപിച്ചെന്നല്ല പറയുന്നത്. പക്ഷെ ഈ ഒരു ഭാരത്തോടെ ഈ ആലോചന സഭയിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദത്തെ കാതോർത്ത് കേട്ടിട്ട് ദൈവത്തിന്റെ ജനത്തോട് വിളിച്ചു പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ആഴമായി പറയാം, പിശാചിന്റെ പോരാട്ടത്തെ നാം അതിജീവിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. രണ്ട്, പൗലോസ് ഇതെല്ലാം രക്ഷയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുക, ദൂരസ്ഥരായി നമ്മളെ സമീപസ്ഥരാക്കി. യഹൂദനായിക്കോട്ടെ ജാതികനായിക്കോട്ടെ, രണ്ടു കൂട്ടരും പിതാവായി ദൈവത്തിന്റെ അടുത്ത് വരുന്നത് ഒരേ മാർഗത്താലാണ്. അത് യഹൂദനായിക്കോട്ടെ ജാതികനായിക്കോട്ടെ, പാരമ്പര്യക്കാരനായിക്കോട്ടെ പാരമ്പര്യമില്ലാത്തവനായിക്കോട്ടെ. വർഗീയത പറഞ്ഞ് സഭയെ ഭിന്നത ഉണ്ടാക്കല്ല്, പണം പറഞ്ഞ് സഭയെ ഭിന്നത ഉണ്ടാക്കല്ല്. അന്ന് ഇതിനെ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് പൗലോസ് ആ വെളിപ്പാടിനെ പറയുന്നത്. നമ്മളെല്ലാരും ഒരേ ഗ്രഹത്തിന്റെ കല്ലുകളാണ്, നമ്മൾ സഹപൗരന്മാരാണ്. 2:19 പറഞ്ഞിട്ടുണ്ട്, ഫെലോ സിറ്റിസൺസ് ആണ്, ഒരേ ഗ്രഹത്തിന്റെ മെമ്പേഴ്സ് ആണ്, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്നതാണ്, ദൈവത്തിന്റെ ആലയമായിട്ട് പണിയപ്പെടുവാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പിശാചിന്റെ പോരാട്ടം എന്തിന്റെ എതിരെയാണ്? ഒരുമിച്ച് ഒരുമിച്ച് ഒരാലയത്തിന്റെ കല്ലുകളായി പണിയപ്പെടുന്ന ദൈവസഭയുടെ ഐക്യതയും സ്നേഹത്തിന്റെ എതിരെ ഉള്ള ഒരു പോരാട്ടമാണ്. ഇത് പല ആൾക്കാർക്കും തിരിച്ചറിയുന്നു. പല ആൾക്കാരും പിശാചിന്റെ ആയുധമായിട്ട് അത് മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ഈ ഐക്യത നിലനിർത്തണമെങ്കിൽ ഒരു ഒറ്റ കാര്യമാണ് വേണം, താഴ്മ. പറഞ്ഞാൽ, ഞാൻ അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, യോഹന്നാൻ 13 അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ യേശു കർത്താവ് തോർത്തെടുത്ത് എല്ലാവരുടെയും കാല് കഴുകിയതുപോലെ, സ്തോത്രം, പലയിടത്തും തോർത്തെടുത്ത് കാല് കഴുകുന്നുണ്ട്, പക്ഷെ അകത്ത് ആ മനോഭാവം വെളിപ്പെട്ടിട്ടില്ല. കഴുകിക്കോ, ഒരു പ്രശ്നമില്ല, പക്ഷെ അകത്ത് ആ മനോഭാവം വെളിപ്പെടണം. അടിമകൾ ചെയ്യുന്ന ജോലി ഏറ്റവും വൃത്തിയിട്ട ഒരു ജോലിയാണ്. പുറത്തുനിന്ന് വന്ന പൊടിയും ചെള്ളയും നിറഞ്ഞ് അതിഥിയുടെ കാലിനെ കഴുകിച്ച് അതിനെ വെടിപ്പാക്കുന്നതാണ് ഒരു അടിമയുടെ ജോലി. ഇതാരാണ് ചെയ്തത്? പത്രോസിനെ നിർമ്മിച്ചവൻ. ഇതാരാണ് ചെയ്തത്? ഫിലിപ്പോസിനെ നിർമ്മിച്ചവൻ. ശിഷ്യന്മാരെ ഇല്ല നത്തിങ്നെസ്, അമ്മയുടെ ഉദരത്തിൽ പിണ്ടാധാരമാകുന്നതിന് മുമ്പ് അറിഞ്ഞവൻ. സകലതും അവൻ മുഖാന്തരം ഉളവായി. സൃഷ്ടാവ് സൃഷ്ടികളുടെ കാല് തോർത്ത് വെച്ച് കഴുകി വെടിപ്പാക്കോ? ഇതിക്കാട്ടി വലിയ വിനയ വിനോദത്തിലുണ്ടോ? ഇതാണ് പൗലോസ് ഫിലിപ്പ ലേഖനത്തിൽ കോട്ട് ചെയ്ത് പറയുന്നത്. ആകയാൽ തമ്മിലുള്ള ബന്ധത്തിൽ ക്രിസ്തുവിന്റെ മനോഭാവം നമ്മളിൽ വ്യാപരിക്കട്ടെ. ദൈവത്തോടുള്ള സമർത്ഥം മുറുകെ പിടിക്കാതെ അവൻ ദാസരൂപം എടുത്തു. പ്രൈസ് ദി ലോർഡ്. അത് എടുത്ത് വോളണ്ടറിലി എടുത്തു, സ്വയമേ എടുത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സഭ ഐക്യത വേണേ തോർത്തിന് വേണ്ടി വഴക്കുണ്ടാക്കിയാൽ മതി.
തോർത്തിന് വേണ്ടി വഴക്കുണ്ടാക്കിയാൽ ഒരു വഴക്കും വേറെ ഒരു വഴക്കും ഉണ്ടാകത്തില്ല. അത് കുടുംബജീവിതത്തിലും തോർത്തിന് വഴക്കുണ്ടാക്കിയാൽ അമ്മാമ്മയെ ശരിയാക്കാൻ പോയാൽ ശരിയാകത്തില്ല. തോർത്തിന് വേണ്ടി വഴക്കുണ്ടാക്കിയാൽ മതി, അമ്മാമ്മ ശരിയായിക്കും. അച്ഛനെ ശരിയാക്കാൻ പോണ്ട, തോർത്തിന് വേണ്ടി വഴക്കുണ്ടാക്കിയാൽ മതി, കാര്യമെല്ലാം ശരിയായിക്കലും. കുടുംബങ്ങളിൽ സഭകളിലും ഐക്യത, ആത്മാവിന്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാക്കപ്പെടണേ താഴ്മയുള്ളവരായി തീർന്നാൽ അത് കാക്കപ്പെടും, അത് ഉറപ്പായിട്ട് കാക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാനൊക്കെ ബൈബിൾ കോളേജിൽ പോയപ്പോ ആദ്യത്തെ ദിവസം ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഐക്യതയായിരുന്നു. കാരണം സീനിയേഴ്സ് എല്ലാവരും റാഗിങ് ചെയ്യും, സീനിയേഴ്സ് എല്ലാം വിരട്ടാൻ വരുമെന്ന് ഓർത്ത് പേടിച്ച് ഞങ്ങൾ എല്ലാവരും പ്രയർ മുറി കയറിയിരിക്കുക. സീനിയേഴ്സ് പാവങ്ങളാ, അവരെന്തോ വിരട്ടാനാ, ചുമ്മാ നമ്മള് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അന്നേരം എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് സിബിൻ പാസ്റ്ററും ജാഫിൻ. ഇപ്പൊ അദ്ദേഹം യുക്രൈനിലാണ്. ഇവരുമായിട്ടൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്ത് എന്റെ സീനിയേഴ്സിന്റെ കൂടാണ്. അന്ന് ഈ വന്ന സമയത്ത് ഒരു പേടിയാണ് പിള്ളേർക്ക് എല്ലാവർക്കും, എന്തോ സീനിയേഴ്സ് ഇനി എന്തോ ആ വാളുകൊണ്ട് വന്ന് വെട്ടുവന്ന്. അവർക്ക് ഭയങ്കര പേടിയാവും. ഒന്നുമില്ല, ചുമ്മാ ഈ പറഞ്ഞ് ഒരു ഓളം ഉണ്ടാക്കുന്നതാണ്. ഹോസ്റ്റലല്ല, ഹോസ്റ്റലാകുമ്പോൾ അല്പം സ്വല്പം റാഗിങ് ഒക്കെ കാണും, എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതൊക്കെ നമ്മളൊക്കെ ഒന്ന് ബൈബിൾ കോളേജിന്റെ ഒരു ചിട്ടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ എന്തോ ആയിക്കോട്ടെ, അതിനെ വിവരിക്കാനല്ല. പക്ഷേ അത് ഓർത്തിട്ട് ആദ്യ ദിവസം എല്ലാവർക്കും ഭയങ്കര ഐക്യതയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവചനം വെളിപ്പെടുന്നു, വിവേചനം വെളിപ്പെടുന്നു. അവിടെ വന്ന് ഇരിക്കുന്ന ചില പിള്ളേരുടെ പാസ്റ്റിനെ ഇതിനകത്തിരിക്കുന്ന പിള്ളേർ വിളിച്ചു പറയുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ആരാധനയൊക്കെ ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. അപാരമായ ദൈവപ്രവൃത്തിയാണ്, പിള്ളേർ ആത്മാവിനാൽ നിറയെ, സംഭവമൊക്കെ ശരിയാ. പക്ഷെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേന് ഈ പഴയ ഐക്യത അങ്ങ് പോയി. കാരണം ഇപ്പം പരിചയമായി, ഇപ്പൊ അടുപ്പമായി, ഇപ്പൊ അറിയാം കുക്കു എവിടുന്നാ വന്നേന്ന് അറിയാം, ഇപ്പൊ അറിയാം മുകേഷ് എവിടുന്ന് വന്നാന്ന് അറിയാം, ഗ്രേസൻ എവിടുന്ന് വന്നാന്ന് ഇപ്പൊ അറിയാം. അതുകൊണ്ട് പണ്ടത്തെ പോലത്തെ ആ സ്നേഹവും പരിചയം വർദ്ധിക്കുമ്പോ അങ്ങനെയാണ്, അത് വാസ്തവമാണ്. ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ പരസ്പരം ഒരു പരിചയം വഹിക്കുമ്പോ ആ മതിപ്പങ്ങ് പോകും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആ പണ്ടത്തെ ഒരു അന്ന് കുറവുകൾ അറിയും, പരിമിതികൾ അറിയും. ആദ്യം കാണുമ്പോ പ്രസംഗിക്കുന്ന ഷോൺ പാസിനെ കാണുമ്പോ അയ്യോ എന്തൊരു പാസ്റ്ററാ, നല്ലൊരു യൗവനക്കാരൻ, കൈ കൊടുക്കാൻ തോന്നും, സ്നേഹിക്കാൻ തോന്നും, പ്രൈസ് ദ ലോർഡ്, അങ്ങനെയൊക്കെ അടുക്കാൻ തോന്നും. പക്ഷെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഷോൺ പാസ്റ്റർ ഒരു മനുഷ്യനാണ്, പുള്ളിക്കും കുറവുകൾ ഉണ്ടെന്ന് പറയുമ്പോ ആ പരിചയം വർദ്ധിക്കുമ്പോ നിങ്ങളെല്ലാവരും അന്തം വിട്ട് കുന്തം വിഴുകിയ പോലെ എന്നെ നോക്കുന്നേ. ഇത് യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്, ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പരിചയം വർദ്ധിക്കുമ്പോൾ നമുക്ക് എന്തോ പറ്റും, ആ സ്നേഹം ഐക്യതയും പതിയെ ചോർന്നു പോകും. ഇതാണ് പിശാച് ഉപയോഗിക്കുന്നത്. പോരാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന എന്തുവാണ്? ഇതാണ് പോരാട്ടം. ഈ സ്നേഹത്തിലും, ഈ ആദ്യ സ്നേഹത്തിൽ നിന്നും, ഈ സ്നേഹത്തിന്റെ ഊഷ്മളതയിൽ നിന്നും, ഈ സ്നേഹത്തിന്റെ സജീവത്വത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തിനെ ക്ഷീണിപ്പിച്ച് കളയുന്ന ദുഷ്ടപോരുകൾ കണ്ടോ. പക്ഷെ നമ്മൾ ഒരുമിച്ച് നിർത്തത് എന്തുവാ? 4:2-3 പറഞ്ഞിട്ടുണ്ട്, ആത്മാവിന്റെ ഐക്യത. പറഞ്ഞാൽ നമുക്ക് ഈ ഐക്യത നിലനിർത്താൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ്, നമ്മുടെ 6:10 വായിച്ച പോലെ, അമിത ബലമുണ്ടെങ്കിൽ, സ്ഫോടന ശക്തി ഉണ്ടെങ്കിൽ, ഉള്ളിലൊരു ആത്മശക്തിയുടെ വ്യാപാരം ഉണ്ടെങ്കിൽ, സകലത്തെയും അതിജീവിച്ച്, സകല വിഭിന്ന ചിന്താഗതികളെ അതിജീവിച്ചുകൊണ്ട്, സകല അഭിപ്രായ വ്യത്യാസങ്ങളെ അതിജീവിച്ചുകൊണ്ട്, സകല കുറവുകളും ഉയർച്ചകളെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ബന്ധിപ്പിച്ച് നിർത്തുന്ന ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദ ലോർഡ്. അത് പ്രവൃത്തി വെളിപ്പെടുക മാത്രമല്ല, അതിനുവേണ്ടിയാ ശുശ്രൂഷകന്മാരെ തന്നിരിക്കുന്നത്. 4:10 ചിലവർ അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കാൻ. ഇതെല്ലാം എന്തിനാ തന്നിരിക്കുന്നത്? സ്നേഹത്തിൽ സത്യം വിളിച്ചു പറയാൻ വേണ്ടി, പ്രസംഗിക്കാൻ വേണ്ടി, വചനം പറയാൻ വേണ്ടി, വചനം വ്യാഖ്യാനിക്കാൻ വേണ്ടി, വചനം പറഞ്ഞ് ജനത്തെ ഒരുമയോടെ ഒരു സൈന്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി. കണ്ടോ, ഇത് അനൈക്യത അതിജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ അഭിഷക്തന്മാർ എഴുന്നേൽക്കണം. അനൈക്യത മാറണമെങ്കിൽ അപ്പോസ്തലന്മാർ എഴുന്നേൽക്കണം. അനൈക്യത മാറണമെങ്കിൽ ദൈവം നിയോഗം പ്രാപിച്ച പാസ്റ്റർമാർ എഴുന്നേൽക്കണം. അനൈക്യതകൾ മാറണമെങ്കിൽ പ്രവാചകന്മാർ എഴുന്നേൽക്കണം.
അനൈക്യത മാറണമെങ്കിൽ ലീഡർഷിപ്പ് എഴുന്നേറ്റാലേ പറ്റത്തുള്ളൂ. ദൈവം നിയോഗം പ്രാപിച്ച് ആത്മശക്തി പ്രാപിച്ചത് കർത്താവ് അപ്പോയിന്റ് ചെയ്ത ലീഡേഴ്സ് നമ്മുടെ സമൂഹത്തിൽ എഴുന്നേറ്റാൽ വിഭിന്നിച്ച് കിടക്കുന്ന ചിതറിക്കിടക്കുന്ന ആസ്തികൾ ഒരുമിച്ച് എഴുന്നേൽക്കും സൈന്യമായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യം വിവരിക്കുന്നില്ല. അതിന്റെ എതിരാണ് ദുഷ്ടന്റെ പോരാട്ടം. അതിന്റെ എതിരാണ് പിശാച് ഓർഗനൈസ്ഡ് ആയിട്ട്, വളരെ കേന്ദ്രിതമായിട്ട്, വളരെ സൂക്ഷ്മമായിട്ട്, വളരെ ശക്തമായിട്ട് ഇത് പൊളിഞ്ഞു പോകണം. ഈ സഭ പൊളിഞ്ഞു പോകണം. ദൈവരാജ്യം വിസ്തൃതമാകല്ല, ദൈവസഭ വളരപ്പെടല്, ദൈവസഭ സ്ഥാപിക്കപ്പെടല്. ഇതിന്റെ എതിരെയാണ് പിശാച് പോരാടുന്നത്. പക്ഷെ യേശു കർത്താവ് പറഞ്ഞ വാഗ്ദത്തം, വാ തുറന്നു വിളിച്ചു പറ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന ആത്മനിറവിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷ മുന്നേറുവാൻ ദൈവമക്കളെയും ദൈവദാസന്മാരെയും ദൈവം സജ്ജമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അഭിഷക്തന്മാർക്ക് വേണ്ടി വേദികൾ തുറക്കപ്പെടട്ടെ, ശുശ്രൂഷയുടെ ബാന്ധാവുകൾ തുറക്കപ്പെടട്ടെ. ദൈവസഭയുടെ ശുദ്ധീകരണത്തിനും ദൈവസഭയുടെ അനുഗ്രഹത്തിനും വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ശുശ്രൂഷകൾ തുറക്കപ്പെടട്ടെ. അവരിൽ കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. അവർക്ക് സഭകളിൽ പോയി ദൈവസഭയെ പണിയാൻ വേണ്ടി ദ്രവ്യാഗ്രഹത്തോടെ അല്ല, സ്ഥാനമാനത്തോടെ, അതിന്റെ ചിന്തയോടെ അല്ല, ആത്മശക്തിയോടെ, ആത്മനിറവിൽ ദൈവസഭയുടെ പണിക്ക് വേണ്ടി പണി മുടങ്ങിക്കിടന്നപ്പോൾ സെക്കറിയാവും ഹഗ്ഗായും എഴുന്നേറ്റ് പ്രവചിച്ചപ്പോൾ മുടങ്ങിക്കിടക്കുന്ന പണി പൂർത്തീകരിക്കപ്പെട്ടതുപോലെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ വചനത്തിൽ വിളിച്ചു പറയുന്നു, പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവം നമ്മുടെ സമൂഹത്തിൽ അഭിഷക്തന്മാരെ, ചില ഹഗ്ഗായിമാരെ, ചില സെക്കറിയാമാരെ, പണി മുടങ്ങിക്കിടക്കുന്ന പിശാച് മുടക്കിയ പണികളെ പൂർത്തീകരിക്കുന്ന അഭിഷക്തന്മാർ നമ്മുടെ സമൂഹത്തിൽ ആത്മനിറവോടെ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. യൗവനക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. അതിനായി ഈ 2025 നമ്മുടെ സമൂഹത്തിൽ അനേക യൗവനക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവാണ്. നമ്മുടെ ക്യാമ്പിൽ എഴുന്നേൽപ്പിക്കാൻ പോവാണ്. ഇതുവരെ സംഭവിക്കാത്ത പ്രവർത്തികൾ നമ്മുടെ യോഗങ്ങളിൽ സംഭവിക്കാൻ പോവാണ്. അനേകർ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കും. സ്വോത്രം. ധീരന്മാർ എഴുന്നേൽക്കും, നല്ല പോരാളികൾ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഗിദെയോനെ പറ്റി ശത്രു സൈന്യം പറഞ്ഞതുപോലെ, ഉരുണ്ടു വരുന്ന ഒരു യവത്തപ്പം എന്ന് പറഞ്ഞതുപോലെ, ശത്രു സൈന്യം പേടിക്കുന്ന, ശത്രു സൈന്യം കിടിലം കൊല്ലുന്ന, ശത്രു സൈന്യം ഭയപ്പെടുന്ന അഭിഷക്തന്മാർ നമ്മുടെ രംഗത്ത് ദൈവം എഴുന്നേൽപ്പിക്കും. പ്രാർത്ഥിക്കുന്ന ജനം പ്രാർത്ഥനയിൽ തുടരട്ടെ. അവകാശം പറഞ്ഞ അധികാരത്തോടെ ദൈവകൃപയിൽ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ മതിയായതാണ്. കേരളക്കരയിലല്ല, ലോകമെമ്പാടും ദൈവം എഴുന്നേൽപ്പിക്കും. ഇതൊരു പ്രവചന ശബ്ദമാണ്. ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. നമ്മുടെ സമൂഹത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനാൽ നിയോഗം പ്രാപിച്ചവർ, കർത്താവിനാൽ എൻകൗണ്ടർ ഉണ്ടായവർ, കർത്താവ് തന്നെ ഇറങ്ങി ചിലതിന് വേർതിരിക്കുന്നത് പോലെ ശൗമേലിന്റെ മധ്യേ കർത്താവ് ഇറങ്ങി വന്ന് പേർ ചൊല്ലി ശൗമേലിനെ ദാൻ മുതൽ ബേർശബ വരെ ദൈവത്തിന്റെ ഒരു വിശ്വസ്ത പ്രവാചകൻ എന്ന പോലെ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവാണ്. എനിക്ക് ഒത്തിരി പറയാനുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ അത് ഒതുക്കുവാണ്. സ്തോത്രം. എന്നാൽ യൂണിറ്റിക്കെതിരെ ഒരു പോരാട്ടം, രക്ഷയുടെ ഒരു പോരാട്ടം, യൂണിറ്റിക്കെതിരെ ഒരു പോരാട്ടം. 4:17 മുതൽ പൗലോസ് പ്യൂരിറ്റിയെ പറ്റി, വിശുദ്ധ ജീവിതത്തെ പറ്റി പറയുവാണ്. കണ്ടോ? അന്നേരം യൂണിറ്റിക്കെതിരെ മാത്രമല്ല, പ്യൂരിറ്റിക്കെതിരെ, നിർമ്മലതയ്ക്കെതിരെ, വിശുദ്ധിക്കെതിരെ പിശാചിന്റെ ഒരു പോരാട്ടമുണ്ട്. ഈ വിശുദ്ധി എന്തുവാ? 4:25 മുതൽ വായിച്ചാൽ കള്ളം പറയരുത്, മോഷ്ടിക്കരുത്, കോപം കാണിക്കരുത്. 4:30 പറയുവാണ് എല്ലാ കോപവും ക്രോധവും ദുർവർത്തമാനവും എല്ലാം വിട്ടൊഴിയണം. അന്നേരം ഈ വിശുദ്ധി എന്തുവാണ്? വിശുദ്ധി വെള്ള ഷർട്ടും ബ്ലാക്ക് പാന്റും ഇടുന്നത് മാത്രമല്ല, ഇട്ടോ സ്വർണ്ണമല്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ അതരത്തെ സൂക്ഷിക്കുന്നതാണ് വിശുദ്ധി. കള്ളം പറയാതിരിക്കുന്നതാണ് വിശുദ്ധി. ദൈവം തന്നത് മോഷ്ടിക്കാതിരിക്കുന്നതാണ് വിശുദ്ധി. പ്രൈസ് ദി ലോർഡ്.
കരുണ കാണിക്കുന്നതാണ് വിശുദ്ധി. മനസ്സലിവ് കാണിക്കുന്നതാണ് വിശുദ്ധി. പക കാണിക്കാതിരിക്കുന്നതാണ് വിശുദ്ധി. ക്ഷമിക്കുന്നതാണ് വിശുദ്ധി. പ്രൈസ്. സ്നേഹത്തിൽ നടക്കുന്നതാണ് വിശുദ്ധി. പ്രൈസ്. പക തോന്നുന്ന രീതിയിൽ ആൾക്കാർ പെരുമാറുമ്പോൾ അതിനോട് പക വെക്കാതെ, ക്ഷമിക്കാൻ പറ്റാത്ത പ്രവർത്തികൾ ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുമ്പോൾ, കരുണ കാണിക്കാൻ പറ്റാത്ത മേഖലകളിൽ മനസ്സലിന് ചിലരോട് കരുണ കാണിക്കുമ്പോൾ, സ്തോത്രം, പേഴ്സ് തുറന്ന് അല്പം പൈസ കൊടുക്കുമ്പോ, ഇച്ചൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, സഹോദരനെ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞ് അവിടുന്ന് സ്ഥലം വിടുന്നതല്ല, കാശിറക്കി ദൈവവേലയ്ക്കും പാവപ്പെട്ടവരെ സഹായിക്കുന്ന വിശുദ്ധി. അതൊരു വിശുദ്ധിയാണ്. അത് വിശുദ്ധിയാണ്. ചിലരുടെ പേഴ്സ് വരെ വിശുദ്ധി എത്തിയിട്ടില്ല. സ്നാനപ്പെടുമ്പോ നമ്മളെല്ലാവരും വാ പൊത്തിക്കൊണ്ടല്ലേ സ്നാനപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കും നാവിനും വിശുദ്ധി എത്താനേന്ന് തോന്നുന്നു. സ്തോത്രം. വാ തുറന്ന് സ്നാനപ്പെടുവായിരുന്നെങ്കിൽ ഏറെക്കുറെ അവിടെയും ഒരു വിശുദ്ധി വ്യാപരിക്കുമായിരുന്നു. പുതിയ ജനനം നാക്കിന് സംഭവിക്കണം നമ്മുടെ. അയ്യോ, ചിലര് ഹൃദയത്തെ മുറിക്കുന്ന സംസാരം കേട്ട് കഴിഞ്ഞാൽ സഭയോഗത്തിൽ അടുത്ത ഞായറാഴ്ച വരാൻ തോന്നത്തില്ല. പാസ്റ്റർമാരോട്, ഒരു പാസ്റ്ററിനോട് ഒരു വിശ്വാസം ഇങ്ങനെയാണ് പറഞ്ഞ്, ഞങ്ങളൊക്കെ മുറുകെ കെട്ടുന്നോണ്ടാ നിങ്ങളൊക്കെ തിന്നുന്നത്. അയ്യോ, എന്തോ വർത്തമാനമാ ദൈവദാസന്മാരോട്. കാരണം ചിലരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആ ബലം അങ്ങ് ചോർന്നു പോകും. ചിലരുടെ ഉപദ്രവം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇതിന്റെ എതിരെ നമ്മൾക്ക് പൊരുതി നിൽക്കണമെങ്കിൽ, ഇവരെ ക്ഷമിക്കണമെങ്കിൽ, ഇവരെ അങ്ങ് സാരമില്ല എന്ന് വിടണമെങ്കിൽ, ഈ അസൂയയുടെ വ്യാപാരങ്ങളെ കുഴപ്പമില്ല, കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിൽ വിടണമെങ്കിൽ നമ്മുടെ അകത്ത് യേശുവിനെ മരിച്ചോടെ മധ്യത്തിൽ നിന്ന് ഉയർപ്പിച്ച ഒരു ആത്മശക്തി വ്യാപരിച്ചാലേ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റത്തുള്ളൂ. പരിഹാസികൾ പരിഹസിക്കുമ്പോൾ, ദൂഷണം പറയുമ്പോൾ, ഇല്ലാത്ത കഥകൾ പറഞ്ഞു മെനയുമ്പോൾ, നമ്മുടെ നല്ല പേരിനെ ചീത്തയാക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം? ശകാരിച്ചവരോട് ശകാരിക്കാതെ, പകരം ചെയ്യാതെ, യേശുവിന്റെ കാൽച്ചോടുകളെ പിൻപറ്റുവാൻ നമ്മുടെ അകത്ത് ആത്മാവ് ഒരു പുതുബലത്തെ തരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധി 5-ാം അധ്യായത്തിൽ ലൈംഗികമായ വിശുദ്ധി, സെക്ഷുവൽ പ്യൂരിറ്റി. സ്തോത്രം. അതൊന്നും ഞാൻ അധികം പറയുന്നില്ല. 25-ന്റെ 21 വരുമ്പോ കുടുംബത്തിൽ വെളിപ്പെടേണ്ട ഒരു വിശുദ്ധി, കുടുംബ ബന്ധങ്ങളിൽ. ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിന് കീഴ്പ്പെടണം. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഫാമിലി സെമിനാർ ഒന്നും അല്ലല്ലോ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യ. കുടുംബ ജീവിതത്തിൽ ദൈവകൃപ വെളിപ്പെടണമെങ്കിൽ ആത്മശക്തി വേണം. സ്തോത്രം. ആത്മാവിനാൽ നിറഞ്ഞ സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, കീർത്തനങ്ങളാൽ, ആത്മീയ ഗീതത്താൽ എല്ലായ്പ്പോഴും കർത്താവിന് ഒരു തൃപ്തി വേണം. ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു തൃപ്തി വേണം, ഒരു സന്തോഷം വേണം, ഒരു ആത്മസംതൃപ്തി വേണം. തന്നെ ഭാര്യയെ പറ്റി ഒരു ആത്മസംതൃപ്തി വേണം. സ്തോത്രം. ഞാൻ പല ആൾക്കാര് പറയുന്നത്, എനിക്ക് പണ്ടേ വേറെ ആലോചന വന്നതാ, പിന്നെ നിന്നെ ഗതികേടുകൊണ്ട് അങ്ങ് കെട്ടിപ്പോയതാ. പോയി പിശാചിന്റെ പരിപാടി അതാ പിശാച് ഏം ചെയ്യുന്നത്. ഇത് പിള്ളേരെ കേട്ട് വളർന്നു കഴിഞ്ഞാൽ പിള്ളേരെന്തോ ആയിരിക്കും? അവർ ആത്മീയരായി തീരുവോ? നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കണം, ബന്ധങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കണം. 1 മുതൽ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം. ചില പിള്ളേർ മാതാപിതാക്കളെ മുൾമുനയിലാണ് നിർത്തുന്നത്. അവന്റെ അകത്ത് പിശാചിന്റെ ഭരണമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവരെ കരുതണമെങ്കിൽ അകത്തൊരു ആത്മശക്തി വ്യാപരിക്കണം, ഒരു ദൈവകൃപ വ്യാപരിക്കണം. ഇത്രയൊക്കെ പറഞ്ഞു. എന്നാൽ ജോലിക്കാർക്കോ അവിടെ പറഞ്ഞിട്ടുണ്ട്, അടിമകൾ അവർക്ക് അവരുടെ യജമാനൻ, എംപ്ലോയി തമ്മിലുള്ള ബന്ധം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ജോലി സ്ഥാപനത്തിലും അനീതി കാണുമ്പോൾ മൂർഖന്മാർക്ക് കീഴ്പ്പെട്ടിരുന്ന് ദൈവത്തിന്റെ കൃപ, ആത്മശക്തി. അതുകൊണ്ടാ ഒടുവിൽ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. ഞാൻ എന്റെ വചനം എനിക്ക് ദൈവം നൽകിയ ഈ സമയം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്. കണ്ടോ പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് നൽകി തന്നതും ദൈവം നമ്മളിൽ ചെയ്തെടുക്കാനും ആഗ്രഹിക്കുന്ന സകല കാര്യത്തിന്റെ എതിർത്ത് നിൽക്കുന്നതാണ് പിശാചിന്റെ വ്യാപാരം. പ്രൈസ് ദി ലോർഡ്. രക്ഷ ആയിക്കോട്ടെ, സഭ ആയിക്കോട്ടെ, വിശുദ്ധി ആയിക്കോട്ടെ, കുടുംബജീവിതം ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്.
ജോലിയോട് എന്തിനാ പോരാടുന്നത്? ചിലർക്ക് ജോലി ചെയ്യുന്നത് അവർക്ക് 2 വീടുണ്ടാക്കാനും വണ്ടി മേടിക്കാനും, കുഴപ്പമില്ല, വീടുണ്ടാക്കണം, വണ്ടി മേടിക്കണം, നോ പ്രോബ്ലം. പക്ഷെ നമുക്ക് നല്ല ജോലി തരുന്നതും, നമുക്ക് നല്ല ലോകത്തിൽ സാധ്യതകൾ തരുന്നതും, നല്ല പഠനത്തിനുള്ള സാധ്യത തരുന്നത്, ഇതെല്ലാം ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്, ദൈവസഭയുടെ വിസ്തൃതിക്ക് വേണ്ടിയാണ്. അല്ലാതെ നമ്മളെ ലോകത്തിൽ ഏതാണ്ട് കെട്ടിപ്പൊക്കാൻ വേണ്ടിയല്ല, നമ്മൾ അംബാനിയെ പോലെ ആയിത്തീരാൻ വേണ്ടിയല്ല, നമ്മളെ ദൈവസഭയെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഭൗതിക നന്മകൾ ദൈവം തരുന്നത്. അന്നേരം അതിനെ പോലും ചോർത്തി കളയാൻ ചിലപ്പം ദുഷ്ടൻ പോരാടും. പ്രൈസ് ദി ലോർഡ്. കാരണം ഇവൻ നന്മ പ്രാപിച്ച സ്തോത്രം സഭയ്ക്ക് അനുഗ്രഹമാകും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ പോരാട്ടം, കണ്ടോ എന്തോ ശക്തമായ പോരാട്ടമാണ് ദൈവസഭയും ദൈവമക്കളുടെ. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയിൽ ദൈവദാസന്മാരോടെതിരെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിടും. കാരണം നീ ശാരീരിക ബുദ്ധിമുട്ടിൽ തളരപ്പെടണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിയോഗത്തിൽ ഞാൻ പ്രാർത്ഥിക്കുവാണ്. ദൈവം ദൈവദാസന്മാരെയും ദൈവമക്കളെയും രോഗസൗഖ്യം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ പകരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട ദൈവപ്രവൃത്തി ചെയ്യാതിരിക്കവണ്ണം നിങ്ങൾക്ക് തടസ്സമിട്ട് രോഗമിട്ട് നിങ്ങളെ മുന്നോട്ട് വിടാത്ത ദുഷ്ടപോരുകളെതിരെ ആത്മാവിനെ എതിർത്ത് അതിനെ ചെറുത്ത് നിന്നുകൊണ്ട് ആത്മാവിൽ ശാസിക്കുന്നു. ദൈവദാസന്മാരുടെ വഴികളെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക പോരുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകി യേശുവിന്റെ നാമത്തിൽ ദൈവദാസന്മാരെ മുന്നോട്ട് വിടാത്ത വ്യാപാരങ്ങൾ വിട്ടുമാറട്ടെ. ദൈവമക്കളെ മുന്നോട്ട് വിടാത്ത വ്യാപാരങ്ങൾ വിട്ടുമാറട്ടെ. ദൈവം ആഗ്രഹിക്കുന്നത് പ്രാപിക്കാത്തവണ്ണം വഴികളെ അടയ്ക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് പ്രാപിക്കാത്തവണ്ണം പണികളെ മുടക്കി നിർത്തുന്ന ദുഷ്ടപോരുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ. ദൈവജനം കർത്താവും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ജയം നമുക്കാണ്, ജയം നമുക്കാണ്. ജയം ദൈവസഭയ്ക്കാണ്. പാതാള ഗോപുര ശക്തി ജയിക്കയില്ല എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. ജയിക്കത്തില്ല. നിങ്ങളൊന്ന് വിളിച്ചു പറ, നിങ്ങളുടെ കുടുംബത്തിനൊന്ന് വിളിച്ചു പറ. നീതിമാന്റെ കൂടാരത്തിൽ ജയത്തിന്റെ ഘോഷം, ഉല്ലാസത്തിന്റെ ഘോഷം ഉയരട്ടെ. നിങ്ങളുടെ അവസ്ഥയോടൊന്ന് വിളിച്ചു പറ, വാ തുറന്നൊന്ന് വിളിച്ചു പറ. ജയിക്കത്തില്ല. ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും, എന്റെ കുടുംബം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും, എന്റെ തലമുറകൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും, എന്റെ സഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും, എന്റെ സമൂഹം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും, ദൈവപ്രവൃത്തി വെളിപ്പെടും, പിശാചിന്റെ പ്രവൃത്തികൾ അഴിയപ്പെടും. അത് അഴിക്കുവാനും അത് നശിപ്പിക്കുവാനുമാണ് ദൈവപുത്രൻ ലോകത്തിൽ വന്നത്. വിളിച്ചു പറ, വിളിച്ചു പറ. അധികാരം ദൈവമക്കൾക്ക് ഭയങ്കര സാധ്യതയാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. അമിത ബലമാണ്, മൈറ്റി പവർ ആണ്. അതൊരു മൈറ്റി പവർ ആണ്. എത്രത്തോളം ആഗ്രഹമുണ്ടോ അത്രത്തോളം നിറയാം, നിറഞ്ഞ് കവിയും. വരണ്ട ഇടങ്ങളെ ഇത് നനയ്ക്കും, ഫലമില്ലാത്ത ഇടങ്ങളെ ഇത് ഫലപ്രദമാക്കും, ജീവനില്ലാത്ത ഇടങ്ങളിൽ ഇത് ജീവൻ പകരും. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആത്മാവിനാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ ദൈവം നമ്മുടെ സഭകളിൽ വളരെ ശക്തമായിട്ട് അയക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി ക്രിസ്തുവിനെ നാളോളം തികയ്ക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ബലപ്പെടട്ടെ, ശരീരങ്ങൾ ബലപ്പെടട്ടെ. രോഗമുള്ള ഇടത്ത് നിങ്ങൾ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ രോഗസൗഖ്യം ദൈവം പകരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ ജനത്തിന്റെ മേൽ രോഗസൗഖ്യം പകരണം. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, മാരാ രോഗങ്ങൾ വിട്ടുമാറട്ടെ, ക്യാൻസർ രോഗങ്ങൾ വിട്ടുമാറട്ടെ, ശരീരത്തിലെ മുഴകൾ വിട്ടുമാറട്ടെ. തലവേദന അസ്വസ്ഥതകൾ ഉണ്ടാക്കി വായിക്കുവാനും പ്രാർത്ഥിക്കാനും പറ്റാതെ ശരീരത്തെ തളർത്തുന്ന തലവേദനയുടെ അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ, സ്കിൻ രോഗങ്ങൾ വിട്ടുമാറട്ടെ, ജനത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ദുർവ്യാപാരങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. അങ്ങയുടെ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ കർത്താവെ. അങ്ങയുടെ വരവിന് വേണ്ടി ഒരു കൂട്ടം ജനത്തെ ഒരുക്കുവാനും ഞങ്ങൾ ഒരുങ്ങുവാനും ഞങ്ങളെ അങ്ങ് സജ്ജമാക്കണമേ. ഞങ്ങളെ അങ്ങ് സജീവമായി
മുന്നേറ്റണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കർത്താവെ നീ എന്റെ ദീപത്തെ കത്തിക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ എതിരെ ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കയറും. നന്ദി പറയുന്നു അങ്ങയുടെ ദാസന്മാർക്കായി നന്ദി, സിബിൻ പാസ്റ്ററിനായി നന്ദി. എല്ലാവരും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. വിദേശത്തായിരിക്കുന്ന അങ്ങയുടെ ഭക്തന്മാർക്കായി സ്തോത്രം. എല്ലാവരും തിരുക്കരങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാനവമഹത്വം അങ്ങേക്ക് നൽകുന്നു. ജീവൻ നൽകിയ യേശു കർത്താവിൻ നാമത്തിൽ തന്നെ, ആമേൻ.